നമസ്കാരം. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞ ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇറാൻ്റെ IRGC ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന അവരുടെ ആർമി ഒരു തീവ്രവാദി സംഘടനയാണ്. ഞാൻ ഈ വർഷം 2026 ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കോമഡിയായിട്ടാണ് എനിക്കത് തോന്നിയത്. അതിൻ്റെ കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ലോകത്ത് തീവ്രവാദി പ്രവർത്തനം നടത്തുന്നത് ആരാണ്? തീവ്രവാദി പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അരയിലൊരു ബോംബ് കെട്ടി വെച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോയി നിന്ന് പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് നേരെ വിധ്വംസന പ്രവർത്തനം നടത്തുന്ന, മറ്റ് രാജ്യങ്ങളെ നേരിട്ടോ നേരിട്ടല്ലാതെയോ ദ്രോഹിക്കുന്ന പ്രവൃത്തി ആരാണ് ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യം കൊള്ളയടിച്ചത് ആരാണ്? ഇറാനാണോ അതോ ബ്രിട്ടീഷുകാരാണോ? വാസ്കോ ഡി ഗാമ പോർട്ടുഗീസിലെ വ്യാപാരിയായിരുന്ന വ്യക്തി നമ്മുടെ നാട്ടിലേക്ക് വന്ന ചരിത്രം നമുക്കറിയാം. അയാൾ ഇവിടെ വന്നത് നമ്മളെ സഹായിക്കാനായിരുന്നില്ല, ഇവിടെ കൊള്ളയടിക്കാനായിരുന്നു. കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ നിന്നും കൊള്ളയടിച്ചുകൊണ്ട് പോകാവുന്നതൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് അയാൾ വന്നത്. അയാളുടെ ഉദ്ദേശം മനസ്സിലാക്കിയാണ് കോഴിക്കോട് രാജാവ് സാമൂതിരി അയാളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്. സാമൂതിരിയുമായിട്ട് യുദ്ധം നടത്താൻ വാസ്കോ ഡി ഗാമ ശ്രമിച്ചു നോക്കിയെങ്കിലും പറ്റിയില്ല. സാമൂതിരി നല്ല കരുത്തനായിരുന്നു. അങ്ങനെ സാമൂതിരി അവിടെ നിന്ന് അയാളെ ഓടിച്ചു വിട്ടു. അയാൾ വന്ന് അഭയം പ്രാപിച്ചത് കൊച്ചി രാജാവിൻ്റെ അടുക്കലാണ്. കൊച്ചി രാജാവ് ഒരു ദുർബലനായ രാജാവായിരുന്നു. സാമൂതിരിയുടെ അയാൾക്ക് വിരോധമുണ്ടായിരുന്നു. അപ്പോൾ അയാൾ രണ്ട് കൈ നീട്ടി വാസ്കോ ഡി ഗാമയെ സ്വീകരിച്ചിട്ട് വാസ്കോ ഡി ഗാമയുടെ സഹായത്തോടെ സാമൂതിരിയെ തോൽപ്പിക്കാം എന്ന് കണക്കുകൂട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ കാലം മുതൽ തന്നെ യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ UK നിന്നുമൊക്കെ പല രാജ്യങ്ങളിലേക്കും കച്ചവടത്തിന് എന്ന പേരിൽ കയറിക്കൂടി അവിടെ കൊള്ളയടിച്ച് ആ സ്ഥലങ്ങളെല്ലാം സ്വന്തം അധീനതയിൽ വെച്ച് അവരെ ഭരിച്ചിരുന്നവരാണ്. അങ്ങനെയൊന്നും ചരിത്രത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു രാജ്യത്തെ തീവ്രവാദി രാജ്യമെന്ന് വിളിക്കുന്നത്. IRGC അവിടെ നടന്ന പ്രക്ഷോഭം അടിച്ചമർത്തിയത് മനുഷ്യത്വരഹിതമായിട്ടാണ് എന്ന് പറഞ്ഞാണ് അവരെ തീവ്രവാദി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിൽ ഇപ്പോൾ നടന്ന പ്രക്ഷോഭം ആരാണ് നടത്തിയത്? ഇറാനിൽ നടന്ന പ്രക്ഷോഭം യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളല്ല നടത്തിയത്. അവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ചാരന്മാർ കയറിക്കൂടി. ഇതൊരു ഊഹമോ അല്ലെങ്കിൽ അനുമാനമോ ഒന്നും അല്ല, നിങ്ങൾക്കറിയാം. അവിടെ പ്രൊട്ടക്ഷൻ നടക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന, ഈ മൊസാദ് പണ്ട് വളരെ പേരുകേട്ട ഒരു ചാരസംഘടനയായിരുന്നു. അവരെക്കുറിച്ച് ഒരുപാട് വലിയ കാര്യങ്ങൾ, പ്രകീർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്താണ് ഇവരുടെയൊക്കെ ശക്തിയും ഇവരൊക്കെ എത്ര കണ്ട് പ്രബലരാണെന്നുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള മൊസാദ് ഇപ്പോൾ ഗതികെട്ട് നടക്കുകയാണ്. അവർ പരസ്യമായിട്ട് ഇറാനിലെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഒപ്പം ഗ്രൗണ്ടിലുണ്ട് എന്ന്. അപ്പം വളരെ എവിഡൻ്റ് അല്ലേ? പുറത്തു നിന്നും ഉള്ള ധാരാളം ചാരന്മാർ ഇറാനിൽ കയറിക്കൂടി അവിടെ സമാധാനപരമായിട്ട് അവിടുത്തെ ആൾക്കാരെ തുടങ്ങി വെച്ച ഒരു ചെറിയ പ്രക്ഷോഭത്തെ അവർ ആളിക്കത്തിച്ച് ആയുധവും പണവും നൽകി ഒരുപാട് പേരെ അതിലേക്ക് കൊണ്ടുവന്ന് ഒരു കാര്യവുമില്ലാതെ ഇറാനിയൻ സെക്യൂരിറ്റി ഫോഴ്സസിന് നേരെ അവർ വെടിയുതിർത്ത് അവരെ കൊലപ്പെടുത്തി. അങ്ങനെ രാജ്യത്ത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അസ്ഥിരത കൊണ്ടുവന്ന് അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് വ്യാമോഹിച്ച് നടത്തിയ പ്രക്ഷോഭത്തെ IRGC നേരിട്ട് കൂളായിട്ട് അതിനെ അടിച്ചമർത്തി. അങ്ങനെ അവരതിനെ അടിച്ചമർത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അമേരിക്കയിലിരുന്നുകൊണ്ട് ട്രംപണ്ണൻ ഒരു ഭീഷണി മുഴക്കി. നിങ്ങളവിടെ സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന ആൾക്കാരെ കൊല്ലുകയോ മറ്റോ ചെയ്താൽ അമേരിക്ക നിങ്ങളെ ആക്രമിക്കും. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിയ ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക, സർക്കാരിനെ മറിച്ചിടുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ അമേരിക്ക തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങോട്ട് വരാൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ചേർന്ന് ഇറാനിയൻ സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം, അവിടുത്തെ ജനങ്ങളെ ഇളക്കി വിട്ട് ജനങ്ങളുടെ ഇടയിൽ ചാരന്മാരെ ആയുധങ്ങൾ ഉൾപ്പെടെ നൽകി കയറ്റി നടത്തിയ ഒരു ശ്രമത്തെ ഇറാൻ സർക്കാർ അടിച്ചമർത്താതിരിക്കാൻ അവർക്ക് യുദ്ധഭീഷണി നൽകി ഒക്കെ നോക്കിയിട്ടും അതിനൊന്നും ഒരു പുല്ല് വിലയും കൊടുക്കാതെ ഇറാനിയൻ സർക്കാർ പ്രൊട്ടസ്റ്റ് നടത്തിയവരെ അടിച്ചമർത്തി. കുറേ പേര് അവർ കൊല്ലേണ്ടി വന്നു, വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുമ്പോൾ തിരിച്ച് ഖുറാൻ വേഴ്സസ് വായിച്ച് കേൾപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ.
അപ്പം അടിക്ക് തിരിച്ചടി കൊടുത്തെങ്കിലേ കാര്യം നടക്കൂ എന്ന് അവർക്ക് മനസ്സിലായി. അവർ വേണ്ടതുപോലെ തന്നെ തിരിച്ചടി കൊടുത്തു. കൊല്ലേണ്ടവരെ കൊന്നു, പിടിക്കേണ്ടവരെ പിടിച്ചു, സംഭവം പരിഹരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഇറാനിയൻ സർക്കാർ അവിടെ നടന്ന വളരെ വിനാശകരമായ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയപ്പോൾ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താ വഴി? ഇനി അടുത്ത വഴി ഇവരെ ഒരു തീവ്രവാദി ഗ്രൂപ്പായിട്ട് പ്രഖ്യാപിക്കുക. നമ്മുടെ രാജ്യം പണ്ട് ബ്രിട്ടീഷുകാർ കയ്യേറി വർഷങ്ങളോളം അവർ നമ്മളെ ഭരിച്ചിരുന്നു. അതിനെ നമുക്ക് തീവ്രവാദം എന്ന് വിളിക്കാൻ പറ്റുമോ? തീവ്രവാദമൊക്കെ എത്രയോ ചെറിയ കാര്യമാണ്. മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി ആ രാജ്യം സ്വന്തമാക്കി തങ്ങളുടേത് എന്ന പോലെ അതിനുപയോഗിച്ച് അവിടെ നിന്നും കൊള്ളയടിക്കാവുന്നതെല്ലാം കൊള്ളയടിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയി അവർക്ക് തോന്നിയതുപോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, നിരവധി രാജ്യങ്ങൾ ഇവർ കയ്യേറിയിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം കയ്യേറി അവിടെ കൊള്ളയടിച്ച് കൊണ്ടുപോയ അതേ ആൾക്കാർ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് നടന്ന ഒരു പ്രക്ഷോഭം അടിച്ചമർത്തിയ പട്ടാളത്തിനെ തീവ്രവാദി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് പോലെയുള്ള ഒരു പ്രഹസനം വേറെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. ഇറാൻ അവരുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ ദ്രോഹിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവുമായിട്ടുള്ള അവരുടെ ബന്ധം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ വലിയ ഒരു ഭാഗം ഇറാൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇറാനിൽ നിന്ന് നമ്മുടെ രാജ്യം ഭരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും തന്നെ അവർ നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടില്ല. അവരവരുടെ സ്വന്തം രാജ്യം പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെയും കണ്ടിരുന്നത്. സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് വളരെ മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളുമായിട്ടുള്ള അവരുടെ ബന്ധം, ഇറാനികളുടെ ആയാലും അറബികളുടെ ആയാലും ബന്ധം എന്ന് പറയുന്നത് സഹോദര്യ ബന്ധമാണ്. ബ്രിട്ടീഷുകാരെ പോലെ നമ്മളെ അടിമകളായിട്ട് കണ്ടവരല്ല അവർ. നമ്മളെ അടിമകളായിട്ട് കണ്ട് നമ്മളെ കൊള്ളയടിച്ചുകൊണ്ട് പോയവരുടെ അടിവസ്ത്രം വരെ അലക്കി കൊടുക്കുന്നത് അന്തസ്സായിട്ട് കാണുന്ന ഒരുപാട് അടിമകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവനൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. അവരിവിടെ ഇരുന്നുകൊണ്ട് ഇറാനെ തെറി പറയും. കാരണം സായിപ്പൻ എതിര് നിൽക്കുന്നു, അതുകൊണ്ട് ഇറാൻ്റെ ഒരു തീവ്രവാദി രാജ്യമാണ്. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന ആഠ്യത്വമുള്ള രാജ്യം അവരൊരു കാലത്തും മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാനോ ദ്രോഹിക്കാനോ പോയിട്ടില്ല. അങ്ങനെയൊരു രീതി അവർക്കില്ല. എന്നാൽ അത്തരത്തിലുള്ള വൃത്തികേടുകൾ മാത്രം ചെയ്യുന്നവരാണ് ഈ യൂറോപ്പും അതുപോലെ തന്നെ UK യും അമേരിക്കയും ഒക്കെ. ഈ അടുത്ത സമയത്ത് അമേരിക്ക എന്താണ് ചെയ്തത്? വെനസ്വേലയിൽ കയറി അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി. കുറേ കാലം മുമ്പ് കുവൈറ്റിൽ കയറിക്കൂടി. അതിനു മുമ്പ് ഇറാഖിൽ കയറി, അഫ്ഗാനിസ്ഥാനിൽ കയറി. ഇങ്ങനെ ഓരോ സ്ഥലത്തും അവർ കയറിക്കൂടി അവിടെയുള്ള റിസോഴ്സസ് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും അവിടെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്? ഒരു പ്രവൃത്തിയും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, അമേരിക്കയിൽ ട്വിൻ ടവർ അൽ-ഖയ്ദ തകർത്തപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് അൽ-ഖയ്ദയെ ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ആ സമയത്ത് ഇറാൻ അമേരിക്കയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു, അൽ-ഖയ്ദയെ ഇല്ലാതാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന്. പക്ഷേ ഇറാൻ അറിഞ്ഞുകൂടായിരുന്നു അമേരിക്കയുടെ വൃത്തികെട്ട കുതന്ത്രം. അമേരിക്കയിൽ ട്വിൻ ടവർ തകർത്തത് അൽ-ഖയ്ദയാണെങ്കിൽ അത് അമേരിക്ക പറഞ്ഞിട്ട് തന്നെ ചെയ്തതാണ്. കാരണം അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറിക്കൂടാൻ ഒരു കാരണം വേണമായിരുന്നു. അഫ്ഗാനിസ്ഥാനിലുള്ള മിനറൽസ് അവിടെ നിന്ന് മൂറ്റിയെടുക്കാൻ അമേരിക്കയ്ക്ക് അവിടെ കയറിക്കൂടണമായിരുന്നു. അങ്ങനെ അവർ കയറിക്കൂടാൻ വേണ്ടി അൽ-ഖയ്ദയെ തന്നെ ഉപയോഗിച്ച് അവരുടെ 2 പഴയ കെട്ടിടങ്ങൾ തകർത്തു. എന്നിട്ടത് വലിയൊരു ഭീകര ആക്രമണമായിട്ട് ചിത്രീകരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ കയറിക്കൂടി അവിടെ നിന്നും അന്ന് മുതൽ ഊറ്റാവുന്നതൊക്കെ ഊറ്റി, പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം ഊറ്റാൻ വേണ്ടി അവർ തന്നെ താലിബാന്റെ സർക്കാരിനെ അവിടെ അവരോധിച്ചിട്ട് തിരികെ പോയി. അപ്പോൾ അമേരിക്ക എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തതെന്ന് ഒരുപക്ഷെ അന്ന് ഇറാന് മനസ്സിലായില്ല. ഇറാൻ വളരെ നിഷ്കളങ്കമായിട്ട് ചിന്തിച്ചു, അവരെ ആക്രമിച്ച തീവ്രവാദികളെ ഞങ്ങളും കൂടി ചേർന്ന് നശിപ്പിക്കാമെന്ന്. യഥാർത്ഥത്തിൽ ആ തീവ്രവാദികൾ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തതെന്നുള്ളത് പിന്നീടാണ് ലോകത്തിന് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നീചമായ രീതിയിലാണ് ഇവരുടെ എല്ലാ പ്രവൃത്തികളും. ചതിയും വഞ്ചനയും മറ്റുള്ളവരെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുമായിട്ട് അവർ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ ആ ശ്രമത്തിന് ഒട്ടും തന്നെ വഴങ്ങിക്കൊടുക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. ഒട്ടും തന്നെ. നമ്മുടെ രാജ്യം പോലും അമേരിക്കയുടെ താല്പര്യത്തിനൊക്കെ ഒരുപാട് വഴങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങണ്ട എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി അത് അംഗീകരിച്ചു, വെട്ടിക്കുറച്ചു. ഇനി വെനസ്വേലയിൽ നിന്ന് വാങ്ങണം എന്ന് ട്രംപ് പറഞ്ഞു, ഇന്ത്യ വാങ്ങും എന്ന് ട്രംപ് തന്നെ പറയുന്നു. നരേന്ദ്രമോദി വെനസ്വേലിയൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു എന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യവും വളരെ മുൻപന്തിയിലാണ്. എന്നാൽ അല്പം പോലും അത് അനുവദിക്കാത്ത, അതിന് നിന്നു കൊടുക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അതുതന്നെയാണ് ഇവർക്ക് ഇത്ര സോക്കേട്. കാരണം ഒരു സമയത്ത് ഇറാൻ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ നിന്നും അത് 100% അമേരിക്കൻ നിയന്ത്രണത്തിൽ അല്ലാതായതാണ്
അവർക്ക് വന്നിരിക്കുന്ന പ്രശ്നം. അതുകൂടാതെ ഇറാൻ ഒരു സാധാ രാജ്യവുമല്ല. മറ്റു രാജ്യങ്ങളോട് ചെയ്യുന്ന പോലെയുള്ള കളിയൊന്നും ഇറാൻ്റെ അടുക്കൽ നടക്കില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം. ഇറാൻ 1979 ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറാഖിനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചു. ഇറാഖിന് ആയുധങ്ങളും സഹായങ്ങളും എല്ലാം കൊടുത്ത് ഇറാനെ ഇല്ലാതാക്കട എന്ന് പറഞ്ഞ് ഏതാണ്ട് 7 കൊല്ലത്തോളം യുദ്ധം നടത്തി. പക്ഷേ ഇറാനെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇറാനെ തകർക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇറാൻ കുറെ കൂടി കരുത്താർജിച്ചു. ഇറാൻ ആ സമയത്താണ് പ്രോക്സി ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയത്. ഹൂതികളെയും ഹിസ്ബുള്ളയും ഒക്കെ ആ സമയത്താണ് ഉണ്ടാക്കുന്നത്. അവരുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വിവിധയിടങ്ങളിൽ അത്തരത്തിലുള്ള മിലിറ്ററി ഗ്രൂപ്പുകളെ ഉണ്ടാക്കി തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണത്തെ നേരിടാൻ അങ്ങനെയുള്ള ഇടങ്ങളിൽ അവരെ നിയോഗിച്ചു. തുടർന്ന് ഇങ്ങോട്ട് ഇറാൻ അവരുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള ശ്രമം അന്ന് മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് അക്കാര്യത്തിൽ മുന്നേറി എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോടെയാണ്. അന്നാണ് ഇറാൻ്റെ കരുത്ത് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇറാനെ ഇനിയിപ്പോൾ ഒരു തരത്തിലും തങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവർ ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചാലും ശരി, അത് നടക്കാൻ പോകുന്നില്ല. ഇറാൻ അതിന് വഴങ്ങിക്കൊടുക്കില്ല. ഇറാനെ അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇറാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റീസ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ യൂറോപ്പിനോ ഒരു ഐഡിയയുമില്ല. ഇറാൻ്റെ പല കാര്യങ്ങളും ഇറാൻ പുറത്തു പറയുമ്പോൾ മാത്രമാണ് പലരും അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ രാജ്യത്ത് ഇസ്രായേൽ, നിങ്ങൾക്കറിയാം, മിഡിൽ ഈസ്റ്റിലെ സൈനികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്ക കപ്പൽ കണക്കിന് ആയുധങ്ങളാണ് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള സഹായം എല്ലാം കിട്ടുന്ന ഇസ്രായേലിന് 12 ദിവസം പോലും ഇറാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ, അതും ഇറാൻ്റെ ആർമിയോ ഇറാൻ്റെ എയർഫോഴ്സോ ഒന്നും തന്നെ രംഗത്തിറങ്ങിയില്ല. IRGC ഇറാൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് നടത്തിയ ആക്രമണമാണ്. വേറെ അവർ ഇറാൻ്റെ മണ്ണ് വിട്ട് പുറത്തോട്ടിറങ്ങിയിട്ടില്ല. അവിടെ ഇരുന്നുകൊണ്ട് അവർ നടത്തിയ ആക്രമണത്തെ പോലും നേരിടാൻ ഇസ്രായേലിന് സാധിച്ചില്ല. ഇസ്രായേൽ തളർന്നു പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇറാനെ എങ്ങനെയും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ ശ്രമം തകർന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കുക, അവർ തീവ്രവാദികളാണ്, തീവ്രവാദി രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുകയല്ലാതെ യൂറോപ്പിനോ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇറാൻ്റെ ഒരു രോമം പോലും പിഴാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്ക അങ്ങോട്ട് ആയുധങ്ങളായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഈ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ യുദ്ധം നടക്കുമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഒരു ചുക്കും നടക്കില്ല. ഇറാൻ്റെ നേരെ ഒരു പടക്കം എറിയാനുള്ള ധൈര്യം പോലും അമേരിക്കയ്ക്കില്ല എന്നുള്ളതാണ് സത്യം. കാര്യം എറിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പട്ടാളക്കാരുടെ വിരലുകൾ ട്രിഗറിലാണ്. ഇങ്ങോട്ട് വരുന്ന ഒരു ചെറിയ ആക്രമണം പോലും ഞങ്ങൾ സമ്പൂർണ്ണ യുദ്ധമായിട്ടേ കാണും. അതുകൊണ്ട് കുഞ്ഞൻ തിരിച്ചടി ആയിരിക്കത്തില്ല എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് അമേരിക്കയ്ക്ക് പോലും അറിഞ്ഞുകൂടാ. പിന്നെ എൻ്റെ ഒരു അനുമാനം, ഞാനത് നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ട്രംപിന് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യണം എന്ന് ആഗ്രഹമില്ല. എന്നാൽ ചിലരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അർമദയൊക്കെ അങ്ങോട്ട് വിട്ടത്. അല്ലാതെ യുദ്ധം ചെയ്യാനൊന്നുമല്ല. ഇപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്, അവർ തമ്മിൽ ചർച്ചയൊക്കെ നടന്നു തുടങ്ങി, യുദ്ധസാധ്യതയൊന്നും ഇല്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഒരിക്കലും യുദ്ധം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് അമേരിക്ക തന്നെ ആയിരിക്കും, ഇസ്രായേലായിരിക്കും. കാരണം ഇറാൻ അവരുടെ ക്രൂഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അവരുടെ പല ആയുധങ്ങളും മലകൾ തുരന്നുള്ള ഗുഹകൾക്കുള്ളിലാണെന്നാണ് പറയുന്നത്, മിസൈലുകൾ ഉൾപ്പെടെ. അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ബോംബിട്ടാലും ശരി, ഒന്നും സംഭവിക്കില്ല. അവർക്ക് അത് എപ്പോൾ പുറത്തെടുക്കണോ അപ്പോൾ പുറത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവർ വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ്റെ ആർമി കേപ്പബിലിറ്റിയെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ചിത്രമില്ലാതെയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇപ്പോൾ അമേരിക്ക ഇറാനുമായിട്ടൊരു യുദ്ധം ചെയ്തത് അർമദയ്ക്ക് അവിടെ നിന്ന് വാലും ചുരുട്ടി ഓടേണ്ട ഒരു സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ ഇറാൻ അവരുടെ കപ്പലുകളെ മുക്കിക്കളഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യാൻ പറ്റും? നാണം കെട്ട ഒരു തോൽവിയായിരിക്കും അമേരിക്ക ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ശ്രമം ഒരിക്കലും അമേരിക്ക നടത്തുകയില്ല. അത് മാത്രമല്ല, ഇറാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേലിനായിരിക്കും. ഇങ്ങോട്ട് അമേരിക്ക ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ തിരിച്ചടി ആദ്യം കിട്ടുന്ന ഇസ്രായേലിനായിരിക്കും. ഇസ്രായേലിന് കിട്ടിക്കഴിഞ്ഞിട്ടേ അമേരിക്ക കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണ നാടകം എന്ന് പറയുന്നത് ഒരു നാടകം മാത്രമാണ്. ഇവരെന്തൊക്കെ ചെയ്താലും ശരി, എത്രയൊക്കെ ശ്രമിച്ചാലും ശരി, ഇറാനെ മുട്ടുകാലിൽ എത്തിക്കാൻ പറ്റില്ല.
ഇറാൻ നിവർന്ന് തന്നെ നിൽക്കും. ഇത്ര കാലവും അവർക്ക് അങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഇത്രയും കാലത്തെ സകല കുതന്ത്രങ്ങളെയും അവർക്ക് പരാജയപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും അവർക്കത് ഈസി ആയിട്ട് തന്നെ സാധിക്കും.